ശൗൽ തന്നെ കൊന്നുകളയും എന്നുള്ള ഭയത്തോടുകൂടി ദാവീദ് ആകുലപ്പെട്ടിരിക്കുമ്പോൾ ശൗലിൻ്റെ മകനായ യോനാഥാൻ കടന്നുവന്ന് ദാവീദിനെ ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി. നിനക്കൊന്നും സംഭവിക്കുകയില്ല, പേടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദിനോട് സംസാരിച്ചു. അതിനുശേഷം സമാധാനത്തോടുകൂടി നീ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് യോനാഥാൻ ദാവീദിനെ പറഞ്ഞയച്ചു. അങ്ങനെയുള്ള സമയത്ത് ദാവീദ് അഹീമേലെക്ക് എന്ന പുരോഹിതൻ്റെ അരികിലേക്ക് കടന്നു ചെന്നു. ഒറ്റയ്ക്ക് ചെന്നപ്പോൾ അഹീമേലെക്ക് ഭയപ്പെട്ടുപോയി. ദാവീദിനെ കണ്ടപ്പോൾ ഭയപ്പെടുവാനിടയായി. വരാനുള്ള രാജാവാണ്, എന്തിനാണ് ഒറ്റയ്ക്ക് വന്നത്? വന്നതിന് ശേഷം ദാവീദ് പറഞ്ഞതായ കാര്യമോ കള്ളമായിരുന്നു. ദാവീദിന് വിശന്നതായ സമയത്ത് ചോദിക്കുകയാണ്, എന്തെങ്കിലും ആഹാരമുണ്ടോ? ആ സമയത്ത് പുരോഹിതൻ ആഹാരം കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തോട് പറയേണ്ടിയിരുന്നു, എൻ്റെ അവസ്ഥ വളരെ മോശമാണ്, എന്നെ കൊല്ലുവാനായിട്ട് ശത്രുക്കൾ ചുറ്റും നടക്കുകയാണ്, രക്ഷപ്പെട്ടു വന്നതാണ്, ദൈവമെന്നെ സഹായിക്കുവാനായി ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥന സഹായം ചോദിച്ചെങ്കിൽ നന്നായിരുന്നു. ദേവദാസിൻ്റെ അരികിൽ വന്നപ്പോഴും പുരോഹിതൻ്റെ അരികിൽ വന്നപ്പോഴും പ്രാർത്ഥനാ സഹായം ചോദിക്കാതെ തൻ്റെ ഭാരം എന്താണെന്ന് പറയാതെ ദാവീദ് എന്തു ചെയ്തെന്നറിയാമോ? ഇവിടെ എന്തെങ്കിലും ആയുധമുണ്ടെന്ന് ചോദിക്കുകയാണ്. 8-ാമത്തെ വാക്യം, ദാവീദ് അഹീമേലെക്കിനോട്, ഇവിടെ നിന്റെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ? രാജാവിൻ്റെ കാര്യം തിടുക്കമായിരിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാളും ആയുധങ്ങളും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ കുന്തമെടുക്കുവാൻ മറന്നു. നിങ്ങളുടെ കയ്യിൽ കുന്തമോ വാളോ എന്തെങ്കിലുമുണ്ടോ? രാജാവിനെ ഏൽപ്പിച്ചതായ പ്രവൃത്തി ചെയ്യുവാൻ ഞാൻ ധൃതി പൂണ്ട് വന്നതുകൊണ്ട് വാൾ മറന്നുപോയെന്ന് പറയുകയാണ്. വീണ്ടും കള്ളം പറയുന്നു. പ്രിയ സഹോദര സഹോദരി, നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരോധമായി നടക്കുമ്പോൾ ആ പ്രവൃത്തിയിൽ നമ്മൾ അറിയാതെ പല തെറ്റുകളും ചെയ്തു പോകുന്നു. ദാവീദ് അവിടെ വന്നപ്പോൾ തന്നെ കള്ളം പറയുകയാണ്. രാജാവ് അയച്ചതുകൊണ്ട് വന്നു എന്നാണ് പറയുന്നത്. 2, നിന്റെ കയ്യിൽ എന്തെങ്കിലും വാളോ കുന്തമോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴും കള്ളം പറയുകയാണ്. എന്തുകൊണ്ടാണ് ദാവീദ് കള്ളം പറയുന്നത്? കള്ളം പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ശൗൽ തന്നെ കൊന്നുകളയും എന്നുള്ള ഭയം കൊണ്ട് ദാവീദ് നിറയപ്പെട്ടിരുന്നു. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർഭയമായി ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ നേടിയെടുക്കണം. ആ വാഗ്ദത്തങ്ങൾ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ പിശാച് എന്തെല്ലാം പ്രതിസന്ധികൾ കൊണ്ടുവന്നാലും ധൈര്യത്തോടെ പിശാചിനോട് പറയണം, നോക്കൂ, ദൈവം എന്നോട് ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ നിനക്ക് ജോലി ലഭിക്കില്ല, നിന്റെ വിവാഹം നടക്കുകയില്ല, നിനക്കൊരു തലമുറയുണ്ടാവുകയില്ല, നിന്റെ ജീവിതത്തിൽ ഒരു നന്മയും നിനക്കുണ്ടാവുകയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറില്ല, ഈ രോഗം നിന്നെ വിട്ട് മാറുകയില്ല. ഇങ്ങനെ പിശാച് നമ്മെ തകർത്തു കളയുവാനായിട്ട് പല രീതിയിലും ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഓർക്കുക. ദൈവത്തിൻ്റെ വചനത്തെ പിശാച് ഭയപ്പെടുന്നുണ്ട്. പിശാച് വന്ന് യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചതായ സമയത്ത് യേശു അവനെ എങ്ങനെയാണ് നേരിട്ടതെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ്. ദൈവവചനം കൊണ്ടാണ് അവനെ നേരിട്ടത്. നമുക്ക് നോക്കാം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തുവന്നു. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കുകയെന്ന് പറഞ്ഞു. അതിനു അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. പിശാച് പരീക്ഷിക്കുകയാണ്. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കുക. 40 ദിവസം ഉപവസിച്ച് വിശപ്പോടെയായിരിക്കുന്നു, അതുകൊണ്ട് ഈ കല്ല് അപ്പമാക്കൂ എന്ന് പറഞ്ഞപ്പോൾ യേശു വചനത്തിൽ കൂടിയാണ് മറുപടി കൊടുത്തത്. വായിക്കാം 5-ാമത്തെ വാക്യം. അതിൻ്റെ ശേഷം പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ അവനെ നിർത്തി അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവർ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. വചനം തന്നെയാണ് അവൻ പറയുന്നത്. ദയവുചെയ്ത് ശ്രദ്ധിക്കുക. ചില സന്ദർഭങ്ങളിൽ പിശാച് വളരെ തന്ത്രപൂർവം നിന്റെ ജീവിതത്തെ നശിപ്പിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം പോലും ഉപയോഗിച്ചേക്കാം. ചില സന്ദർഭങ്ങളിൽ വചനം സംസാരിക്കുന്നതായ ആളുകളിൽ കൂടിയും ഇടപെട്ടേക്കാം. ചില സന്ദർഭങ്ങളിൽ അനാവശ്യമായ ചില ദർശനങ്ങൾ നിനക്ക് കാണിച്ചു തന്നേക്കാം. ഭ്രമിപ്പിക്കുന്നതായ സ്വപ്നങ്ങളും പിശാച് നിന്നെ കാണിച്ചേക്കാം.
യേശുക്രിസ്തു വചനം കൊണ്ട് പിശാചിനെ എതിർക്കുവാൻ നോക്കുമ്പോൾ പിശാച് എത്ര തന്ത്രപൂർവമാണ് വചനത്തെ ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്നും നീ താഴേക്ക് ചാടുക, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം തൻ്റെ ദൂതന്മാരെ ദൈവം അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ചാടൂ. യേശുക്രിസ്തുവിൻ്റെ മറുപടി നോക്കുക. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, വചനത്തിൽ കൂടി തന്നെയാണ് ശരിയായ മറുപടി പറഞ്ഞത്. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണു എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്നു അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനേ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ചു അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്നു പറഞ്ഞു. യേശുക്രിസ്തു പിശാചിനെ എങ്ങനെ ജയിച്ചെന്നറിയാമോ? പരീക്ഷിക്കാൻ വന്നപ്പോൾ വചനം കൊണ്ടാണ് അവൻ നേരിട്ടത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവവചനമുണ്ടെങ്കിൽ പിശാചിന് വേഗത്തിൽ നിങ്ങളെ പരീക്ഷിക്കാൻ കഴിയില്ല. അവൻ പരീക്ഷിച്ചേക്കാം, എന്നാൽ നിന്നെ ജയിക്കുവാൻ അവന് കഴിയുകയില്ല. വചനത്തിൽ കൂടിയാണ് യേശു പിശാചിനെ നേരിട്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ നടത്തേണ്ടത് നമ്മുടെ ഭയങ്ങളല്ല, നമ്മുടെ വികാരങ്ങളല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളല്ല നമ്മെ നടത്തേണ്ടത്. നമ്മളിൽ ഉള്ളതായ ദൈവമാണ് നമ്മെ നടത്തേണ്ടത്. അന്ന് ദാവീദ് ഭയപ്പെടുവാനിടയായി. കാരണം ശൗൽ തന്നെ കൊല്ലുവാൻ പോകുന്നു എന്നുള്ളതായ ഭയം അവൻ്റെ ഉള്ളിൽ കടന്നു വന്നു. എന്നാൽ ദൈവം കൊടുത്തതായ വാഗ്ദത്തം ഓർക്കുവാനിടയായില്ല. ദൈവം എന്നെ നടത്തും, എന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ളതായ കാര്യം അവൻ ഓർത്തില്ല. ശൗലിന് എന്നെ കൊല്ലുവാൻ അതുകൊണ്ട് കഴിയുകയില്ല എന്നുള്ളതായ വാസ്തവത്തെ അവന് വിശ്വസിക്കാൻ കഴിയില്ലേ? എന്നാൽ ദാവീദ് വിശ്വസിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം മറന്നുപോയി. സഹോദരങ്ങളെ, ഞാൻ വീണ്ടും പറയട്ടെ, നിന്റെ ജീവിതത്തിൽ പലപ്പോഴും പിശാച് കടന്നുവന്ന് നിന്റെ മനസ്സിന് വലിയ വേദനയും നിരാശയും ഭയവുമൊക്കെ കൊണ്ടുവരുന്ന സമയം, അവനെ നേരിടണമെങ്കിൽ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വചനത്താൽ നിറഞ്ഞിരിക്കുന്നതായ വാഗ്ദത്തം ഉപയോഗിക്കണം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ വ്യക്തമായും ലളിതമായും ഈ ചെറിയ സന്ദേശത്തിൽ കൂടി അങ്ങ് ഞങ്ങളോട് ഓരോരുത്തരോടും സംസാരിച്ചുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വലിയ വാഗ്ദത്തങ്ങളെ, വചനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവെ, പിശാച് പലപ്പോഴും ഞങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നതായ പരീക്ഷണങ്ങളെ, ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ കൊണ്ടുവരുന്നതായ സാഹചര്യങ്ങളെയൊക്കെയും നേരിടുവാൻ അങ്ങ് ഞങ്ങളെപ്പോഴും സഹായിക്കണമേ. അതിനാവശ്യമുള്ള ജ്ഞാനത്താൽ ഞങ്ങളുടെ ഉള്ളത്തെ നിറയ്ക്കണമേ. അതുപോലെ തന്നെ കർത്താവെ, ഞങ്ങളൊരിക്കലും കള്ളം പറയുവാൻ, മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ, മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങൾ അഭിനയിക്കുവാനായിട്ട് പാടില്ല കർത്താവെ. മറ്റുള്ളവരെ ചതിക്കുവാൻ പാടില്ല. എല്ലായ്പ്പോഴും സത്യം പറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാനുള്ളതായ കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.